ഇതാണ് ചിരട്ടപ്പുട്ട്. ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ട് എന്ന് വെച്ചാൽ പണ്ട് കാലഘട്ടങ്ങളിൽ കുറ്റി വരാത്ത മുമ്പ് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ചിരട്ടപ്പുട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് കുറ്റിപ്പുട്ട് മാവ്, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ചിരട്ട. ചിരട്ട പറയുമ്പോൾ നമ്മൾ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുള്ള ചിരട്ട കിട്ടും. ആ ചിരട്ട ഞാൻ ഇതിൽ കുറച്ചും കൂടി നമ്മുടെ ആ കത്തിയൊക്കെ എടുത്ത് ആ 3 കണ്ണും കറക്റ്റാക്കി എന്നിട്ടാണ് ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഉള്ളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നല്ല നാളികേരം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുവിധം ക്ലീൻ തന്നെ ആക്കിയിട്ടുള്ളൂ. കുഴപ്പമില്ല. നല്ല ഇതിലുണ്ടാക്കുമ്പോൾ എന്താണ് വെച്ചാൽ നല്ലൊരു മണം കിട്ടും, നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നമ്മൾക്ക് കഴിക്കാം. അപ്പം ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. ആ കുഴച്ചെടുക്കണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ചിരട്ട വെച്ചിട്ടുണ്ട്. 6 ചിരട്ടയ്ക്കുള്ളതാണ് ഞാൻ കുറ്റിപ്പുട്ട് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് പൊടിയെടുക്കാം. ഇത് കുറ്റിപ്പുട്ട് മാവാണ്, തരിയിട്ട് പൊടിച്ചതാണ്. നോക്കിക്കോളൂ, ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു 1/4 കിലോ മാവുണ്ടാവും. ഇത് ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് നല്ലപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കണം. ഇനി വെള്ളം നോക്കിയിട്ടേ ഒഴിക്കാവൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമാണ്. ഇത് കുതിർന്ന് വരുമ്പോൾ കറക്റ്റാവും. വെള്ളം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കണമെങ്കിൽ. മാവ് തയ്യാറായി. ഇനി നമ്മൾക്ക് വേണ്ടത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പൊ ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ നമ്മുടെ ആ തട്ട് വെച്ചിട്ടാണെങ്കിൽ ആ തട്ടിന്റെ ഓരോ ചിരട്ട ആ തട്ടിലാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് കമത്തി വെക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇല്ല വെച്ചാൽ നമ്മൾ ആ തട്ടില് ഓരോ ചിരട്ട വെച്ച് കൊടുത്താലും മതി. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം എത്രയാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തോളൂ. വെള്ളം കണക്കൊന്നും നോക്കണ്ട. എന്താ വെച്ചാൽ നമുക്ക് വേവണമല്ലോ. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ടേ. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ചിരട്ടയിലൊക്കെ മാവ് തയ്യാറാക്കാം. അപ്പോൾ ചിരട്ടയിൽ എങ്ങനെയാണ് നിറയ്ക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളതുപോലെ സാധാരണ ഒരു ചിരട്ട എടുക്കും. ഇത് നല്ല ക്ലീനാക്കി ഒക്കെ ചെയ്തതാണ്. നോക്കിക്കോളൂ. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഇത്തിരി തേങ്ങയിട്ട് കൊടുക്കാം, ഈ കണ്ണിൻ്റെ അവിടേക്ക്. അത് കഴിഞ്ഞ് നമുക്ക് പുട്ട് നിറച്ച് കൊടുക്കാം. തേങ്ങ വേണ്ടവർക്ക് അങ്ങനെ, വേണ്ടാത്തവർക്ക് വേണ്ട. ഇതിൽ കുറച്ചും കൂടെ ഞാൻ അതിൽ ഇടുന്നുണ്ട് തേങ്ങ. ഈ മേലെ ഇങ്ങനെ ഈ ഫില്ലിന്റെ മേലെ വരുന്ന അവിടെ തേങ്ങ ഇടാൻ പാടില്ല. നിറച്ചിട്ടുണ്ട്, വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വേട്ടെ. ഇനി ഒരു 3 കൂടി വെക്കണം. ഇതൊന്ന് വേട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് വെക്കാം. അപ്പോൾ ഇതൊന്ന് വെന്താൻ നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആവി വരുന്നുണ്ട്. ഓരോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആവി വരുന്നുണ്ട്. നോക്കിക്കോളൂ. നമുക്ക് അതൊക്കെ ഒന്ന് എടുക്കാം. കമ്മിയാക്കി വയ്ക്കാം ഗ്യാസ്. അപ്പൊ നമുക്കിനി ഒരു 3 ചിരട്ടയും കൂടി ഉണ്ട്, അതിലും കൂടെ വെച്ച് കൊടുക്കാം. ഈ ചിരട്ട നമുക്കിനി ഇത് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കണ വെച്ചാൽ ഉണ്ടാക്കും ചെയ്യും. അപ്പൊ ഇതും കൂടെ ഒന്ന് നന്നായി വേവട്ടെ. അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം. ഓ, നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഒന്ന് എടുക്കാം. ഗ്യാസ് ഓഫ് ആക്കിയിടാം.
അപ്പൊ നമ്മുടെ ചിരട്ടപ്പുട്ടൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് കൊട്ടി നോക്കാം. എല്ലാം ഒന്നിങ്ങനെ കൊട്ടി വെക്കണം, എന്തായാലും ചിലപ്പോ പിടിച്ചിട്ടുണ്ടാവേ. അങ്ങനെ നമുക്ക് ഓരോന്നും എല്ലാം എടുക്കണേ. നേരത്തെ കൊട്ടി വെച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഈസിയായി എടുക്കാൻ കിട്ടണ. ഇത് കണ്ടില്ലേ, ഇതെല്ലാ ചിരട്ടയും നോക്കിക്കോളൂ, ഇതിലൊന്നുമില്ല. നമുക്ക് ഇനി ഈ ചിരട്ട യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ചിരട്ടപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലൊരു കറി വേണം. ആ കറി ഒന്ന് ഞാൻ എടുത്തിട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ ചിരട്ടപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. ബാബുവിന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുക. ബാബു, വേഗം വാ. അടിപൊളി ചിരട്ടപ്പുട്ടില്ലേ? ചിരട്ടപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല, ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ ഈ മുളപ്പുട്ട്, മുളന്റെ തണ്ടിലുണ്ടാക്കുന്ന പുട്ട്, മറ്റുള്ള നമ്മുടെ കുറ്റിപ്പുട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ചിരട്ടപ്പുട്ട് ആദ്യമായിട്ടാണ്. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ സംഭവം കാണാനും ഉണ്ടാക്കിയ സ്റ്റൈലൊക്കെ സൂപ്പർ ആയിട്ട് സിമ്പിൾ ആയിട്ടുമാണ്. എന്തായാലും ടേസ്റ്റ് വരാമോ? പക്ഷെ ഇത് എനിക്ക് അതിനൂടെ എളുപ്പം തോന്നി. എന്താ പുട്ടൊന്നും എളുപ്പമാണ് അല്ലേ? കഴിച്ചു നോക്കൂ. നല്ല പുട്ടാണിതാ. പിടിക്കുമ്പോഴേക്കും അങ്ങനെ പൊടിയുന്നുണ്ട. നല്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് എന്തായാലും ഇതിൽ കറിയൊന്നും ഒഴിച്ചു കൊടുക്കാം. എന്നാലും പുഷ്പം എളുപ്പം ഉണ്ടാക്കിയ അടിപൊളി കടലക്കറി ഇതിലെങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വാവ്, ഓളപ്പൻ, അടിപൊളി കടലക്കറിയും നല്ല ചറ്റപ്പൊട്ടും. സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിപൊളി. കടലക്കറിൻ്റെ മസാലക്കൂട്ടൊക്കെ ഗംഭീരം. അത് ഈ പുട്ടിൻ്റെ കൂടി അങ്ങോട്ട് ചേർന്നപ്പോൾ സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ. കടലക്കറിന്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും. ഏത് പുട്ടിനും കഴിക്കാം. പുട്ടിനായിക്കോട്ടെ, ചപ്പാത്തിക്ക് അടിപൊളിയായിരിക്കും. കടലക്കറി സൂപ്പർ ആയിട്ടാണ്. എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അതുപോലെ എല്ലാവരും നല്ല ചട്ടപ്പുട്ട് ഉണ്ടാക്കുക. വീട്ടിൽ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഐറ്റങ്ങൾ എളുപ്പ പണിയാണ്. എനിക്ക് കുറ്റിപ്പുട്ട് ഉണ്ടാക്കണതിനേക്കാളും നല്ലത് ചിരട്ടയിൽ ഉണ്ടാക്കണത് എളുപ്പം തോന്നിയത്. അത്രയ്ക്ക് ഈസി ആയിട്ട് തീർന്നു. ഒന്നും എവിടെയൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യങ്ങളേ ഇല്ല. അതാ നേരത്തെ 3 കണ്ണുള്ളത് നമ്മൾ എടുക്കണോ, അതിന്റെ നമ്മ തന്നെ ഒന്ന് അങ്ങനെ പപ്പടക്കോല് കൊണ്ട് ഇങ്ങനെ ഓട്ട ഉണ്ടാക്കണോ. ഇതാ ഇത്രയും വേഗം ഒരു സിമ്പിള് മാവ് നിറയ്ക്കണം, വേഗം ഉണ്ടാക്കി എടുക്കാൻ. പക്ഷെ ഈ ചിരട്ടിന്റെ മണം അപാരം, നല്ല ടേസ്റ്റ്. ചിരട്ടയിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഹാഫ് പഞ്ചസാര കഴിക്കണവർക്ക് അങ്ങനെ വെല്ലം വെച്ച് കഴിക്കണം. അതായത് ഇടയിൽ ഇങ്ങനെ നിറച്ചിട്ട് നമ്മളിങ്ങനെ ആവി ഇങ്ങനെ വെച്ച് കഴിക്കുകയാണെങ്കിലും കിടിലം. 4 മണി പലഹാരമായിട്ട് കഴിക്കാം. നമുക്ക് എവിടേക്കെങ്കിലും യാത്ര കൊണ്ടുപോകുമ്പോൾ കഴിക്കാം. അതൊക്കെ ഈ ചിരട്ടയില് നല്ല സൂപ്പറായിരിക്കും. അപ്പൊ പിന്നെ കറണ്ട് ആവശ്യമില്ല അല്ലെ? അങ്ങനെ ചെയ്യണമെങ്കിൽ മധുരം ആഡ് ചെയ്താൽ കറണ്ട് ആവശ്യം. അപ്പൊ എന്തായാലും എല്ലാവരും അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്യുക. പുഷ്പമിനെ അറിയിക്കുക. അത്രയ്ക്ക് ടേസ്റ്റി സാധനമാണ്. പുട്ട് വെറുതെ കഴിക്കാനും അടിപൊളിയാണ് ചിരട്ടപ്പുട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് പുഷ്പമിനെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത കിടക്കാച്ചി വീഡിയോകൾ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ പാടി കിച്ചൻ്റെ ബൈ.